നമസ്കാരം. റേക്കി ശാക്തേയം. റേക്കി ഒരു ധ്യാന രീതി ആയതുകൊണ്ട് ഈ ധ്യാനത്തിൻ്റേതായിട്ടുള്ള ഒരു സാന്നിധ്യം ഒരു വ്യക്തിയിൽ ഉരുത്തിരിഞ്ഞു വരുന്നതിന് കുറേ സമയമെടുത്തേക്കാം. എന്നാൽ റേക്കിയോടുകൂടി ധ്യാനം പരിശീലിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു വ്യക്തിയിൽ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി വളരെ പെട്ടെന്ന് വികസിക്കുന്നതാണ്. വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും നല്ല ഒരു ഉപാധിയാണ്, റെമഡിയാണ് റേക്കി പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം ധ്യാനം നിങ്ങളുടെ യഥാർത്ഥ സത്വത്തെ ബോധവാനാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് സൃഷ്ടിക്കുന്നവയല്ലത്. നിങ്ങൾക്ക് സൃഷ്ടിക്കേണ്ട കാര്യമില്ല. അത് ജന്മന നിങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ഇടമാണത് ധ്യാനം എന്ന് പറയുന്നത്. ഒരു സത്ത, ട്രൂ നേച്ചർ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അത് മുമ്പേ തന്നെ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷമാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങുന്നത്. നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അത് ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെയാണ് അതിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ട്രൂ നേച്ചർ എന്താണെന്ന് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് സാധ്യമല്ലെങ്കിൽ അഥവാ സാധ്യമാക്കാൻ സമൂഹം അനുവദിക്കുന്നില്ലെങ്കിൽ ഒരു സമൂഹവും ഇത് അനുവദിക്കാറില്ല എന്നുള്ളതാണ്. കാരണം യഥാർത്ഥ സത്വം ആപൽക്കാരിയാണ്. വ്യവസ്ഥാപിത മതത്തിനും രാഷ്ട്രത്തിനും ആൾക്കൂട്ടത്തിനും പാരമ്പര്യത്തിനും എല്ലാം ഇത് ആപത്താണ്. കാരണം ഒരിക്കൽ ഒരാൾ തൻ്റെ യഥാർത്ഥ സ്വത്വം അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു വ്യക്തിയായിത്തീരുന്നു എന്നുള്ളതാണ്. ഇനിമേൽ അയാൾക്ക് ആൾക്കൂട്ട മനഃശാസ്ത്രം ബാധകമായിരിക്കുകയില്ല. അയാൾ അന്ധവിശ്വാസി ആയിരിക്കുകയില്ല. അയാളെ ചൂഷണം ചെയ്യുവാൻ കഴിയുകയില്ല. കന്നുകാലികളെ പോലെ മേച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുകയില്ല. അനുസരിപ്പിക്കാനോ കൽപ്പിക്കാനോ സാധ്യമല്ല അയാളിൽ. അയാൾ സ്വന്തം ചേതനയനുസരിച്ച് ജീവിക്കുന്നു. അയാൾ സ്വന്തം ആന്തരികതയിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടായിരിക്കും പ്രചോദനം കൈവരിക്കുന്നത്. അയാളുടെ ജീവിതത്തിന് അപരിമേയമായ സൗന്ദര്യവും ആർജവും ഉണ്ടായിരിക്കും. അതിനെയാണ് സമൂഹം ഭയപ്പെടുന്നത്. അപ്പോൾ സ്വഭാവദാർഢ്യമുള്ള ആൾക്കാർ വ്യക്തിത്വം കൈവരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് വ്യക്തിത്വമില്ലാതിരുന്നാൽ സമൂഹം നിങ്ങളെ ഉപയോഗിക്കും, ഉപഭോഗത്തിലേക്ക് നയിക്കും. വ്യക്തിത്വത്തിന് പകരം ഒരു സ്വരൂപമായി തീരുക എന്നുള്ളതാണ് സമൂഹം നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ സ്വരൂപം എന്ന വാക്ക് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് രൂപം ധരിക്കുക, അതായത് ഒരു മാസ്ക് നമ്മിൽ വന്ന് വീഴുന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ആകൃതിയോടുകൂടിയുള്ള ഒരു മുഖംമൂടിയാണ് നമുക്ക് ഈ സമൂഹം നമുക്ക് കൽപ്പിച്ചു നൽകുന്നത്. അതിനെയാണ് പൊട്ടിച്ചെറിയേണ്ടത് ധ്യാനത്തിലൂടെ, ഒരു വ്യക്തിത്വ വികസനത്തിലൂടെ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലൂടെ. അത് നിങ്ങൾക്ക് തരുന്ന ഒരു സൗഖ്യം ഇല്ലെങ്കിൽ ഒരു സ്വച്ഛത വളരെ വലുതായിരിക്കും. അപ്പോൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു കളിപ്പാട്ടമാണ് നിങ്ങളുടെ നിലവിലുള്ള ഐഡൻറ്റിറ്റി. അതിനെ താലോലി ചോമനിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിടത്തും എത്താൻ സാധിക്കുക ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ധ്യാനത്തിലൂടെയാണ് നമുക്ക് നമ്മളുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അനുസരണയുള്ള കന്നുകാലികളെ പോലെ സമൂഹത്തിൻ്റെ ആ ടേസ്റ്റിനനുസരിച്ച് കളക്റ്റീവ് അൺകോൺഷ്യസ് എങ്ങനെയാണോ ചരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ജീവിതം
തുലച്ച് തീർക്കുന്നത്. അപ്പോൾ റേക്കിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെൻ്റൽ കപ്പാസിറ്റി, അതായത് നമ്മളുടെ മാനസിക ശക്തി, മനഃശക്തി, അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ പ്രധാനമായിട്ടും ഇന്ന് കാണപ്പെടുന്ന വ്യക്തികളിൽ കാണപ്പെടുന്നത് മാരകമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള പരിഹാരമില്ലാത്ത രോഗങ്ങൾ, ഇതിനെയെല്ലാം മറികടക്കാൻ റേക്കിയിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ഈ പ്രധാനപ്പെട്ട ഈ രോഗങ്ങളെല്ലാം വരുന്നതിൻ്റെ തന്നെ പിന്നിൽ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പോൾ ക്യാൻസർ വരുന്നതിനെക്കുറിച്ച് പറയുന്നത് ആധുനിക മനഃശാസ്ത്രം തന്നെ പറയുന്നത് ഡീപ്പ് റിസൈൻമെൻറ്റ് എന്നാണ്. അതായത് ജീവിതത്തിലെ കടുത്ത നിരാശയിൽ നിന്നാണ് ഒരാളിൽ ക്യാൻസർ ആദ്യമായി പ്രവർത്തിച്ചു തുടങ്ങുന്നത് എന്നാണ്. അപ്പോൾ ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ റേക്കിയിലൂടെ നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കും. അതുപോലെ മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ പാർശ്വഫലങ്ങളിൽ നിന്ന് റേക്കി നമ്മളെ സഹായിക്കും. ക്യാൻസറിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പതോളജിക്കൽ ഡെവലപ്മെൻ്റാണ് ആ രോഗം എന്ന് പറയുന്നത്. അതുപോലെ മെൻ്റൽ ഡിസീസ്, മാനസിക രോഗങ്ങൾ, അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഒരാളുടെ സ്വമേധയായുള്ള അന്വേഷണാത്മകതയുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള വിള്ളലുകൾ സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ബ്ലോക്കേജ് സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്നു ചേരുമ്പോഴാണ്, ആ ഫ്ലോ ഓഫ് ലൈഫിനെ ആരെങ്കിലും പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് ആ വ്യക്തിയിൽ മാനസിക സംഘർഷങ്ങളും സ്ട്രെസ്സും ഉണ്ടാകുന്നത്. അപ്പം ഇതിനൊക്കെ ഫലപ്രദമായിട്ടുള്ള ഒരു റെമഡിയായിട്ട് റേക്കിയെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ക്യാൻസറിനെ നമുക്ക് സുഖപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ എനർജി ബോഡിയിൽ ഊർജ കേന്ദ്രങ്ങളെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച ഐക്യബോധത്തിലൂടെ കോസ്മിക് തരംഗങ്ങളെ സ്വീകരിച്ച് അതിനെ മറികടക്കാൻ സാധിക്കും. അതായത് സെല്ലുലാർ ലെവലിൽ ഈ റേക്കി പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. ഈ കടുത്ത ഡീപ്പ് ആയിട്ടുള്ള അഗാധമായിട്ടുള്ള ദുഃഖം, അല്ലെങ്കിൽ റിസൈൻമെൻറ്റ്, ഡീപ്പ് റിസൈൻമെൻറ്റ് മറികടക്കണമെങ്കിൽ ചില ധ്യാന പരിശീലനത്തിലൂടെയാണ് അത് സാധിക്കുകയുള്ളൂ. ഒരാൾ വിശ്രാന്തിയിൽ എത്തിച്ചേർന്നാൽ മാത്രമാണ് അതിന് ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയുള്ളൂ. ഇപ്പോൾ മൂലാധാര ചക്രത്തെ നമ്മൾ ആക്ടിവൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചുവപ്പ് നിറമാണ്. അതുപോലെ സ്വാധിഷ്ഠാന ചക്രത്തിന് ഓറഞ്ച് നിറമാണ്. അതിനെയും ആക്ടിവൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സെല്ലുലാർ എനർജി ഫീൽഡ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. സെല്ലുലാർ എനർജി ഫീൽഡ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കും. അങ്ങനെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനുള്ള ഒരു കഴിവിലേക്ക് വ്യക്തി സ്വമേധയാ എത്തിച്ചേരും. അപ്പോൾ ഇതിനെ ധ്യാനിക്കുന്നതിനിപ്പോൾ പ്രധാനമായിട്ടും ഈ മൂലാധാരത്തിൻ്റെ ജപ ഇല്ലെങ്കിൽ സങ്കല്പം, ചുവപ്പ് നിറം, 4 ദളങ്ങൾ, ഭൂമി തത്വം, ലം, ബീജമന്ത്രം എന്നുള്ളതാണ് മൂലാധാരത്തിൻ്റെ ആ ഒരു രൂപം. അതുപോലെ സ്വാധിഷ്ഠാനത്തിന് ഓറഞ്ച് നിറമാണ്, അവിടെ ജലതത്വമാണ്. അത് തിരിച്ചറിയുന്നതിന് നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ചാൻഡിങ്ങിലൂടെ അതിനെ തിരിച്ചറിയാൻ സാധിക്കും. അതായത് ഇന്നർ സ്മൈലിങ്, അതായത് ഈ ബോഡി നമ്മൾ അല്ല, ഭൗതിക ശരീരമല്ല, ഞാൻ സൂക്ഷ്മ ശരീരമാണ്, ഞാൻ ഓറയാണ്, ഞാൻ ചക്രങ്ങളാണ്, ആ ചക്രങ്ങളാണ് എനിക്ക് ഈ ഭൗതിക ശരീരം.
ആക്കി തന്നിട്ടുള്ളത് എന്നുള്ള ഒരു വിശ്വാസത്തിലെത്തിയതിന് ശേഷം മൂലാധാരത്തെ ആദ്യമായിട്ട് പരിചയപ്പെടാം. മൂലാധാരാംബുജാരൂഢ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. അതുപോലെ തന്നെ സ്വാധിഷ്ഠാനം, അതിനെക്കുറിച്ച് പറയുന്നത് സ്വാധിഷ്ഠാനാം ഭുജഗത ചതുർവക്ത മനോഹര. അതുപോലെ മണിപൂരകത്തെ പറയുന്നത് മണിപൂരാന്തരിത വിഷ്ണു ഗ്രന്ഥി വിഭേദിനി. അനാഹത ചക്രത്തെക്കുറിച്ച് പറയുന്നത് അനാഹത നിലയ ശ്യാമാഭവദനത്വയ. വിശുദ്ധി ചക്രത്തെക്കുറിച്ച് പറയുന്നത് വിശുദ്ധി ചക്ര നിലയ രക്തവർണ്ണ ത്രിലോചന. ആജ്ഞാചക്രത്തെക്കുറിച്ച് പറയുന്നത് ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി. പിന്നെ സഹസ്രാരത്തെക്കുറിച്ച് പറയുന്നത് സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി. എന്നിട്ട് തടില്ലാത സമരുചി ഷഡ്ചക്രോ പരിസംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസന്തുതനീയസി എന്നാണ് ലളിതാ സഹസ്രനാമം പറയുന്നത്. ഇപ്പോൾ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, ഇളം നീല, കടും നീല, വയലറ്റ്, പർപ്പിൾ, ഇതാണ് വിബ്ജിയോർ എന്ന് പറയുന്നത്. റെയിൻബോ, ഇതാണ് വിസിബിൾ ലൈറ്റ്, മാഗ്നറ്റിക് സ്പെക്ട്രം. ഇത് മാത്രമാണ് നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആധുനിക സയൻസ് പറയുന്നത് ഈ നിറങ്ങൾ എലമെൻ്ററി പാർട്ടിക്കിൾസിനെ നിർമ്മിക്കുന്നു എന്നാണ്. അതായത് പദാർത്ഥം ഉണ്ടാകാനുള്ള പ്രാഥമിക തന്തുക്കൾ നിറങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നു. എലമെൻ്ററി പാർട്ടിക്കിൾസ് നിറങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ ശരീരത്തിൻ്റെ ചക്രങ്ങൾ നിറശോഭയോടുകൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിറങ്ങളുടേതായിട്ടുള്ള ഒരട്രാക്ഷൻ നമ്മളുടെ ബോഡിയിലേക്കുണ്ടാകും. അങ്ങനെ നമ്മളുടെ ബോഡിയിൽ തന്നെ ഈ ഫിസിക്കൽ ആയിട്ടുള്ള ബോഡിയിൽ തന്നെ മെറ്റീരിയൽ ക്രിയേഷൻ സംഭവിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ചക്രങ്ങൾ ആക്ടിവൈസ് ആയിക്കഴിഞ്ഞാൽ മെറ്റീരിയൽ ക്രിയേഷൻസ് ബോഡിയിൽ തന്നെ സാധിക്കും. അപ്പം മാരകമായിട്ടുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ പ്രതിരോധശേഷി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അതിന് റേക്കി പഠിച്ചു കഴിഞ്ഞാൽ പ്രതിരോധം നമുക്ക് അതിൻ്റെ ഉത്തംഗതയിലേക്ക് ശരീരത്തെ നയിക്കാൻ റേക്കി വഴികാട്ടിയാണ്. അപ്പോൾ റേക്കി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ്. ഡോക്ടർ മിക്കാവോ ഉസുയി ആണ് ഈ ചികിത്സാ രീതി കണ്ടെത്തിയിട്ടുള്ളത്. അതെല്ലാവരും പഠിക്കുക, അത് പരിശീലിക്കുക, പ്രാക്ടീസ് ചെയ്യുക, സ്വയം പ്രതിരോധശേഷി കൈവരിക്കുക. അങ്ങനെ മാരകമായിട്ടുള്ള രോഗങ്ങളെ നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ റേക്കിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.